ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ബിക്കോസ് എൻ്റെ ചാനലിൽ ഞാൻ ഇടാൻ പോകുന്ന ആദ്യത്തെ മലയാളം വ്ളോഗായിരിക്കും ഇത്. ഹാവിങ് സെഡ് ദറ്റ്, കുറച്ച് കാര്യം ഞാൻ തമിഴ് പറഞ്ഞോട്ടെ. என்னை பற்றின இன்ட்ரோ நான் பெருசாக வீடியோஸில் எதுலேயுமே கொடுக்கல. ஸோ ஐம் பேசிக்கலி அ சென்னை மலையாளி. நான் பிறந்து வளர்ந்தது எல்லாமே சென்னை, பட் மை பேரண்ட்ஸ் ஆர் ஃப்ரம் கேரளா. ஸோ பேசிக்கலி ஐம் മലയാളി. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് മലയാളത്തിൽ വീഡിയോ ചെയ്യണമെന്ന് ഒരു തോട്ടുണ്ട്. പക്ഷെ ഞാൻ തമിഴിലാണ് എൻ്റെ ആദ്യത്തെ 3 വീഡിയോസും ഇട്ടത്. അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, മലയാളത്തിൽ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, അപ്പോൾ മലയാളത്തിലും വീഡിയോ ഇടാം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇനി അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എൻ്റെ മലയാളം, ഫോർ മീ മൈ മലയാളം ഇസ് റിയലി ഗുഡ്, ഓക്കെ. പക്ഷേ ഞാൻ നാട്ടിൽ പോയി മലയാളം സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയാറുണ്ട് എൻ്റെ മലയാളത്തിൽ കുറച്ച് തമിഴ് സ്ലാങ് ഉണ്ടെന്ന്. ഐ ഡോണ്ട് നോ വൈ. തമിഴ് കുറച്ചും കൂടെ അധികം സംസാരിച്ച് അവിടെ പോയി മലയാളം സംസാരിക്കുമ്പോൾ എന്തായാലും അതിൽ തമിഴ് സ്ലാങ് ഉണ്ടാവും. ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ മലയാളത്തിൽ തമിഴ് സ്ലാങ് ഉണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് മൈൻഡ്, ബിക്കോസ് തമിഴ് ആൻഡ് ചെന്നൈ ഈസ് ഹോം ഫോർ മീ. അപ്പോൾ എൻ്റെ മലയാളത്തിൽ തമിഴ് സ്ലാങ് എന്തായാലും ഉണ്ടാവും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല തോന്നുവാണെങ്കിൽ നെവർ മൈൻഡ്. ഇത് കൂടാതെ ഇന്നത്തെ വ്ളോഗിൽ ഇനിയൊരു സ്പെഷ്യൽ സംഭവം കൂടെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ 3 വീഡിയോ ഞാൻ എടുത്തപ്പോഴും എൻ്റെ വീട്ടിൽ അമ്മയില്ലായിരുന്നു. ഇപ്പോഴും അമ്മയില്ല, പക്ഷേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അമ്മയും കൂടെ വരും. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേനെയും കൂടെ വ്ളോഗിൽ കാണിക്കാം. എനിക്ക് വ്ളോഗിൽ വരുന്നത് ഇഷ്ടമാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണ് ഈ യൂട്യൂബ് ചാനലും വ്ളോഗ്സും ഇതൊക്കെ അമ്മയ്ക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. പക്ഷെ അമ്മയ്ക്ക് വീഡിയോസിൽ വരാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇന്ന് അമ്മ എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പം ഞാൻ അമ്മേനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ വ്ളോഗ് എനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കും. ബിക്കോസ് അമ്മ ഈ ചാനലിൽ വരുന്ന ഫസ്റ്റ് വീഡിയോയും കൂടെ ആയിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ഒരു ഡേ ആയിരിക്കും, ഒരു കാഷ്വൽ വ്ളോഗായിരിക്കും. കാരണം ഇപ്പം ഞാൻ ഇരിക്കുന്നതാണ് കണ്ടില്ലേ, രാവിലെ എണീറ്റ് ചായ കുടിച്ചു, അത് കഴിഞ്ഞ് ഇനി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ വന്നിരുന്ന് കാഷ്വലായി തന്നെ വന്നിരുന്ന് എടുക്കുന്ന ഒരു വ്ളോഗാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സ്ലോ കാഷ്വൽ ഡേ ആയിരിക്കും. കുറച്ചൊക്കെ പ്ലാൻസ് ഉണ്ട്. അധികം പ്ലാൻസ് ഞാൻ ഇടാറില്ല, കാരണം പ്ലാൻ ഒരു വഴിക്കും ഞാനൊരു വഴിക്കും ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഒത്തിരി പ്ലാൻസ് ഒന്നും ഇല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്ലാൻസ് ഒക്കെ ഉള്ള ഒരു ദിവസവും കൂടെ ആണെന്ന്. അതിൽ വാചകം അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതെ എല്ലാവരെയും ഈ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. ആദ്യം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് ഇൻ ദ സെൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പക്ഷേ ലഞ്ച് കഴിക്കേണ്ട സമയമായി. അപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എന്തായാലേ, രാവിലെ രാത്രിയും ഇവിടെ മോസ്റ്റ്ലി ദോശ തന്നെ ആയിരിക്കും കേട്ടോ. രാത്രി ചോറ് കഴിക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ല. അമ്മയ്ക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ് ചോറ് കഴിക്കുന്നത് രാത്രി. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ രാത്രി ടിഫിൻ തന്നെ വേണം. ചോറ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ദോശയായിരിക്കും എപ്പോഴും ഇവിടുത്തെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. ലഞ്ച് കഴിക്കേണ്ട സമയമായി, അപ്പോഴാണ് ഇവിടെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്. മഹതിയുടെ ഓരോ കാര്യങ്ങളെ. ദോശ റെഡി ഗൈസ്. കഴിക്കാൻ നേരം ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് നിർബന്ധമാണ്. അത് നല്ല കാര്യമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് കണ്ട് ചില്ലടിക്കുന്ന ഒരാളല്ല. കാണും, പക്ഷേ ഞാൻ എൻ്റെ അധിക സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടാണ്. മലയാളം യൂട്യൂബ് ചാനൽസാണ് ഞാൻ കുറച്ചും കൂടെ അധികം കാണാറ്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ വ്ളോഗ് എടുക്കണമെന്നൊക്കെ എനിക്ക് അപ്പം തൊട്ടേ ആഗ്രഹമായിരുന്നു. അവരൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ പക്ഷേ നമ്മളും എങ്ങനെയൊക്കെ ഒരു വ്ളോഗും ചാനലും ഒക്കെ തുടങ്ങുമോ. ആക്ച്വലി ഒരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു 5 വർഷത്തിന് മുമ്പ്. പിന്നെ അത് കോളേജൊക്കെ തുടങ്ങിയപ്പോൾ അതങ്ങ് ഞാൻ വിട്ടു. അതിൻ്റെ ഇമെയിൽ ID ഒന്നും അറിയാത്തതുകൊണ്ട് പുതിയ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമാണ്, അയ്യോ നമുക്ക് ഒരു ചാനലുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. അപ്പം അതെന്തായാലും ഈ ഒരു പുതിയ ചാനൽ തുടങ്ങി ഞാൻ ആ ആഗ്രഹം
പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ പറയാറ്, എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മലയാളം അവിടെ ഇവിടെയൊക്കെ എൻ്റെ മലയാളം കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് കുറച്ച് ജോലിയുണ്ട്, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ചില്ലടിക്കാം. കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് എഡിറ്റിംഗ് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് മോസ്റ്റ്ലി എൻ്റെ ഫോണിലാണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത്. എനിക്ക് ലാപ്ടോപ്പിൽ ചെയ്യാനറിയില്ല. അപ്പോൾ ഞാൻ ഫോണിലായിരിക്കും മോസ്റ്റ്ലി എൻ്റെ എഡിറ്റിംഗ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. A few moments later. ഇപ്പോൾ കറൻ്റ്ലി പഠിക്കുന്ന ബുക്ക് ഐ ക്യാൻ നോട്ട് സേ ഗുഡ് ബൈ ടു യു. ഇതിൽ ഞാനിപ്പോൾ 105 പേജസ് പഠിച്ചു. ലൈക്ക് ഇറ്റ് ഈസ് വെരി ഗ്രിപ്പിംഗ്. അടുത്തെന്താന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി അടുത്തെന്താന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കുക. ബിക്കോസ് എനിക്ക് ആ സീക്രട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, സീക്രട്സ് അല്ല, നെക്സ്റ്റ് എന്ത് നടക്കും, നെക്സ്റ്റ് എന്താവും, മറ്റേ ആ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു സംഭവമില്ലേ, എനിക്കത് പിന്നെ പഠിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ബുക്ക് അങ്ങ് പഠിക്കുക. ഇവിടെയാണ് ജോലി എന്ന് പറയുന്ന സംഭവം കുറേ ഉണ്ട് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഐ എം റീഡിങ് ദിസ് ബുക്ക് ആൻഡ് അപ്പം തന്നെ അറിയാം ആ ബുക്ക് എനിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ മൈ സോ കോൾഡ് സ്റ്റഡി ടേബിൾ. അങ്ങനെ ഭയങ്കര ഫാൻസി ഒന്നുമല്ല കേട്ടോ. ഈ വീട്ടിൽ അങ്ങനെ ഒന്നും ഫാൻസി അല്ല, പിന്നെ ഭയങ്കര ഫാൻസി ലുക്സ് ഉള്ള ഒരു വീടൊന്നുമല്ല. ഇതിന് മുന്നേ ഇരുന്ന വീട് അങ്ങനെ ആയിരുന്നു, പക്ഷേ അല്ല, ഒരു വലിയ വീട്ടിലായിരുന്നു ഇതിന് മുന്നേ. പക്ഷേ സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ആ വീട്ടിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ലൈക്ക് സ്റ്റാർട്ടിങ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പഴയ വീട്ടിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വീട് മാറണമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഈ വീട് കിട്ടിയത്. അത് ആ പഴയ വീട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ചെറിയൊരു വീടാണ്. എന്നാൽ അത്ര ചെറിയ വീടും അല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ടു ദ ഓൾഡർ ഹൗസ് ഇത് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒരു വീടും കിട്ടിയില്ല. കുറേ നോക്കി, വീടൊന്നും നമുക്ക് സെറ്റായില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയ ഒരു വീടാണിത്. പക്ഷേ ഇവിടെ ടച്ച് വുഡ് മനസ്സമാധാനം കുറച്ച് നന്നായി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്തതും. വി ആർ സോ ഹാപ്പി ഇൻ ദിസ് ഹൗസ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫാൻസി സ്റ്റഫ്സ് ഒന്നുമില്ല. ഭയങ്കര റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീടാണിത്. നമുക്ക് ആ പഴയ വീട് വിട്ട് വന്നപ്പോൾ ഒരു പ്രേതാലയത്തിനൊക്കെ വിട്ട് വരുമ്പോൾ ഒരു ഫീലില്ലേ, എന്ന് വെച്ചാൽ വീട്ടിൽ പ്രേതം ഉണ്ടെന്നൊന്നുമല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ ഈ വീട് ടച്ച് വുഡ് ഇറ്റ് ഈസ് ഗോയിങ് റിയലി ഗുഡ്. ഒത്തിരി അങ്ങ് നല്ലതൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ സമാധാനം ഉണ്ട്, ടച്ച് വുഡ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എനിക്ക് കുട്ടി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ടേബിൾ അങ്ങ് അലങ്കരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡി ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റഡി ടേബിൾ എന്നൊന്നും അല്ല, എപ്പോഴും ഇവിടെ ഇരുന്നല്ല സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്കൊരു ഫേവററ്റ് കോർണർ ഓഫ് മൈ റൂമാണ്. കാരണം ഇതിലുള്ളതെല്ലാം എൻ്റെ ഫേവററ്റ് തിങ്സ് ആണ്. ആദ്യമേ ഞാൻ ഈ സംഭവത്തിനെ കുറിച്ച് പറയാം. ആദ്യമേ ഞാൻ ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് പറയാം. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവററ്റ് ഫോട്ടോ ആണ്. ഇതെൻ്റെ ഡാഡി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേട്ടനാണ്, ഞാൻ ഡാഡി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇതെൻ്റെ മോസ്റ്റ് ഫേവററ്റ് ഒരു ഫോട്ടോ. ആൻഡ് ഈ മലർകൾ കേട്ടേ എന്നുള്ള സോങ് ആണ് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് സോങ്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരാൾ ഗിഫ്റ്റായി തന്നതാണ്. ഇത് ആരാ തന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് തന്നപ്പോഴേ എന്നോട് ആൾ പറഞ്ഞത് ഞാനാ തന്നതെന്ന് ആരോടും പറയരുതേന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്, ഭയങ്കര തോട്ട്ഫുൾ ആയ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഈ തന്ന ആൾ ഈ വീഡിയോ കാണുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആൻഡ് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ബോണ്ട് വി ഹാവ്. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. ആൻഡ് ഇത് കൃഷ്ണനും രാധയുമാണ്. അപ്പോൾ ഇതും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അബി എന്നാണ് അവളുടെ പേര്, അബിജു എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ അബി, നീ இந்த வீடியோ பார்க்குறேன்னா உன்னோட கிஃப்ட்டை நான் இங்கே தான் வச்சுருக்கேன். தேங்க்யூ ஸோ மச் ஃபார் திஸ். இது ஒரு ചെറിയ ഒരു നോട്ട്.
അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ബുക്ക്, ഇതൊരു വാട്ടർ ബോട്ടിൽ, കുറച്ച് പെൻസ് ഉണ്ട്, എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. Little longer than a few minutes later. ഞാൻ പെട്ടെന്ന് പോയി കുളി ഒന്ന് പാസ്സാക്കി. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. കഴിക്കാനുള്ള സമയമായി, പക്ഷെ ഇനിയും കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഒത്തിരി ആർഭാടമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും അല്ല ഞാൻ ചെയ്യാറ്. ഞാൻ ഒരു ബോഡി ലോഷൻ ഇടും, പിന്നെ ഫേസ് മോയ്സ്ചറൈസർ ഇടും, രാത്രി നൈറ്റ് ക്രീം വേറെ ഒരെണ്ണം ഇടും, പക്ഷെ രാവിലെയൊക്കെ ഞാൻ ഇതാണ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയറും ഉണ്ട്, ബോഡി കെയറും ഉണ്ട്, എല്ലാ കെയറും ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഡ്രസ്സ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എനിക്ക് എൻ്റെ ആൻറ്റി തന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് ഇത്. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കളറാണ്. അതല്ലാതെ ഞാൻ എൻ്റെ +1 +2 10th +1 +2 ഞാൻ ഭയങ്കര ചബ്ബിയായിരുന്നു. എനിക്ക് എൻ്റെ ചബ്ബിനെസ് അത്ര ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും ഞാൻ പറയും എനിക്ക് വണ്ണം ചൊട്ടണം, ഇത്രയും വണ്ണം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറയും. ഓക്കെ, പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ ഞാൻ ഭയങ്കരമായി ക്ഷീണിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനെന്ന് പറയുന്ന ആള് ക്ഷീണിച്ചു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയില്ല. ഇപ്പോഴും ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്നെ ഇങ്ങനെ ചബ്ബിയായി കാണാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ ചബ്ബിനെസ് കുറച്ചിങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ഡ്രസ്സ്. ഓരോ ഇഷ്ടങ്ങളെ. അപ്പോൾ ദാറ്റ് ഈസ് ദാറ്റ്. ഇനി ഞാൻ ഹെയറിന് ഈ സ്ട്രീക്സിൻ്റെ ഹെയർ സീറം ഇടും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴും ഇടില്ല കേട്ടോ, ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ഇടുകയാണ്. ഇനി കഴിക്കുന്നതിന് മുന്നേ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നലെ വൈകുന്നേരം തുണി വിരിക്കാൻ വേണ്ടി മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇത് ഉച്ചയായി. ഉച്ചയെന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞു. ഇനിയും മേലെ ഇട്ട ആ തുണി ഞങ്ങൾ എടുത്തിട്ടില്ല. അതെൻ്റെ ജോലിയായിരുന്നു, അത് എടുക്കേണ്ടതും ഇടേണ്ടതും. ഇട്ടു, പക്ഷെ ഞാൻ ഇനി എടുത്തില്ല. അപ്പോൾ അമ്മ ഇനിയും വീട്ടിൽ വന്നിട്ടില്ല. അമ്മ വരുന്നതിന് മുന്നേ നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അമ്മ ഒന്നും പറയില്ല. എന്നാലും അപ്പം അമ്മ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ അമ്മ പേടിയുണ്ട്. വാ, നമുക്ക് പോയി തുണി എടുത്തിട്ട് വരാം. മേലി ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാട്ടോ ഞാൻ ഒരു സംഭവം തിരിച്ചറിയുന്നത്. എൻ്റെ അടുത്ത വീട്ടിൽ ആരോ ഒരാൾ മലയാളമുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ സർവമായ പടമില്ലേ, അതിരുന്ന് കാണുന്നു, നല്ല ഒച്ചത്തിൽ സൗണ്ടൊക്കെ വെച്ച്. മലയാളം പടം കണ്ടെന്ന് വെച്ച് മലയാളി ആവണമെന്നില്ല, പക്ഷെ അതൊരു മലയാളി ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇനി മണി ഇപ്പോൾ 3:30 ഇനിയെങ്കിലും ഞാൻ ഫുഡ് കഴിക്കണം. അല്ലെങ്കിൽ ഒന്നും ആവില്ല. പക്ഷെ എനിക്ക് വിശപ്പിൻ്റെ വിളി കുറച്ചധികം വന്നപ്പോൾ ഞാൻ പോയി കഴിച്ചു ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം പോയി എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ, പക്ഷെ ഞാൻ ചെയ്തില്ല ഗൈസ്. അതെന്താണെന്നറിയാവോ? ഫോണിലാണ് ഞാൻ മിക്കവാറും എഡിറ്റൊക്കെ ചെയ്യാറ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് പ്രസൻറ്റബിൾ ആവണമല്ലേ വീഡിയോയിലൊക്കെ. ഇങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ വീഡിയോയിൽ. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മെസ്സേജ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എഡിറ്റിംഗ് വിട്ടിട്ട് മെസ്സേജിൻ്റെ പുറകെ പോയി. അങ്ങനെ കുറേ നേരം മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ കുറച്ച് നല്ല കുട്ടിയായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നു. അമ്മ വന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ വന്ന ഉടനെ നമ്മൾ ഒരു കടയിൽ വരെ പോയി ഒരു സാരി നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി കുറച്ച് സാരീസൊക്കെ നോക്കി ഒരെണ്ണം വാങ്ങിച്ചു.
പിന്നെ നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ടൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതും പോയി അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മ ഇതാണ്. അമ്മ നമ്മുടെ ചാനലിനെ കുറിച്ചും നമുക്കിപ്പോൾ 101 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് അമ്മ എന്താ പറയാനുള്ളത്, അവരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്, പിന്നെ വീഡിയോ കാണുന്നവരോടും അമ്മയ്ക്ക് എന്തെങ്കിലും കുറച്ച് നന്ദി വാക്കുകൾ പറയണമെങ്കിൽ പറയാം. ആദ്യം തന്നെ എല്ലാവരോടും താങ്ക്സ്. ഇത്രയും ചെറിയ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി അമ്മയുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവരിൽ അധികവും അമ്മയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അമ്മയുടെ ഫ്രണ്ട്സിനോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അവരോട് ആരോടും ഞാൻ നന്ദി പറയത്തില്ല. എന്ന് വെച്ചാൽ അവരോടെല്ലാം എനിക്ക് ഒത്തിരി സ്നേഹം, ഇച്ചിരി കൂടെ കൂടിയ സ്നേഹം, അത്രേ ഉള്ളൂ. നന്ദി പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞു പോകും, അപ്പോൾ അവർ വേറൊരാളായി പോകും. അത് അവരെല്ലാം എൻ്റെ സ്വന്തമാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അവിടെ എല്ലാവരോടും എനിക്ക് ഒത്തിരി സ്നേഹം, സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും നല്ല നല്ല വീഡിയോകൾ വരണം. ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇതുവരെ ഇട്ട വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ആദ്യമല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇനിയും മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ ഇടണം. കാണുന്നവരെല്ലാവരും എന്തെങ്കിലും കമൻറ്റ് തെറ്റായാലും ശരി, അത് കറക്റ്റായിരുന്നാലും ശരി, അപ്പോഴല്ലേ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളെല്ലാം പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെന്താ അറിയാമോ ഞങ്ങൾ ചിരിച്ചത്? അമ്മയ്ക്ക് എനിക്ക് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് വരത്തില്ല. സബ്സ്ക്രൈബ് എന്ന് പറയാൻ ഇച്ചിരി ഇതാണ്. അമ്മ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകൊണ്ട് ഞങ്ങൾ ചിരിച്ചു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഇതുപോലുള്ള സപ്പോർട്ടും ഇതിൻ്റെ അപ്പുറമുള്ള സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.